ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മളെ നാട്ടുകാര് കൂട്ടുകാര് അങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. ഇന്ന ആഴത്തെ ഇനാക്കൽ കൗസർ ആരിഫ് ഇട്ട ട്രൗസർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓതാറ്. മുഹമ്മദ് നബിയുടെ വരുമാനമാർഗം എന്താന്ന് പറയാം. ഇന്ന വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ അറബി ഗ്രാമർ ആദ്യം പഠിക്കണം. ഇന്ന എന്നുള്ള ഒരു ഹർഫ് വന്നാൽ അതിന് മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിൽ വന്നിട്ട് എന്തൊക്കെ വൃത്തികേടാണ് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച്. പിന്നെ സംഭവിച്ചത് നബിയുടെ ഓരോ വിവാഹവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള ത്യാഗമായിരുന്നു. ഇതാ മൂന്നാമത്തെ പെണ്ണ് കെട്ട്, അതുകൂടി കെട്ട് നബിയെ, യുദ്ധത്തിലെ വിധവയല്ലേ. വീണ്ടും വീണ്ടും കല്യാണം കഴിക്കണം. ഇന്ത്യ എന്തിനാ വീണ്ടും വീണ്ടും ഉപഗ്രഹങ്ങൾ വിടുന്നത്? ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി. ഇന്ത്യക്ക് മാത്രം മതി വികസനം, അണ്ണനും വേണ്ട വികസനം. കരയാതെ അണ്ണനൊന്ന് വികസിച്ചോട്ടടി. മുഹമ്മദ് നബിക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് പറയണേനാണ് അടിമകള് പോയിച്ചാണ്. അതൊക്കെ തന്നെയാണ്, അതൊക്കെ ഞാൻ ഇനിയും പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താന്ന് പറ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ തൊഴില് പറ. വരുമാനം വേറൊരുപാട് വരുമാനങ്ങൾ ശരിയായി കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തെന്ന് പറ, ഒരെണ്ണം പറ. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഇപ്പൊ നിങ്ങൾ വരുമാനം ഇപ്പൊ ഞാൻ അറബി ഗ്രാമർ ഓക്കെ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താണെന്ന് പറ. വരുമാനം വേറൊന്നും ചോദിക്കാറില്ല നിങ്ങൾക്ക്. വരുമാനം പണിയൊന്നുമില്ല, എനിക്ക് വേറെ പണിയില്ല. സംസാരിക്കാം അറബി ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ. വേറെ പണിയില്ല, എനിക്ക് വേറെ പണിയില്ല. പണി എടുക്കാൻ വേണ്ടിട്ടാ നിങ്ങളൊരു പണി പറഞ്ഞു തരി. അത് ഉത്തമമായ മാതൃകയാണല്ലോ എല്ലാത്തിനും ഉള്ളത്. അപ്പൊ മുഹമ്മദ് നബിയുടെ പണി പറഞ്ഞു. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താന്ന് പറയാ. ഒരു 10 വരെ ഞാൻ എണ്ണും. മുഹമ്മദ് നബിക്ക് മാന്യമായൊരു തൊഴിലില്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുകയാണ്. മുഹമ്മദ് നബി ജീവിച്ചിരുന്നത് കൊള്ളയടിച്ചിട്ടും ഗോത്രങ്ങൾ കൊള്ളയടിച്ച് അവിടെയുള്ള മുതല് കൊള്ളയടിച്ച് അവിടെ കൊണ്ടുപോയി വിറ്റ് അവിടെയുള്ള സ്വതന്ത്രരായിട്ട് നടക്കുന്ന സ്ത്രീകളെ പിടിച്ച് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റൊക്കെയാണ് മുഹമ്മദ് നബി ജീവിച്ചിരുന്നുള്ള അത് നാട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള എന്റെ ഈ തൊഴിൽ ഞാൻ തുടർന്നിരിക്കും. ഈ റിവേഴ്സ് ദാവയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ ഉണ്ടാവും. ഓക്കെ,